കുട്ടികളെ സുഖമല്ലേ? എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ബർത്ത്ഡേ വ്ലോഗ് ആയാലോ? മറ്റാരുടെയും അല്ല, എൻ്റെ തന്നെ ഫസ്റ്റ് വീഡിയോ ബർത്ത്ഡേ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് ഫുള്ള് നമ്മൾ പുറത്ത് പോയി അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ബൈക്ക് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ദൂരോട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പൊടിയും പുകയും പൊല്യൂഷനും എല്ലാം ഉള്ളത് കാരണം ഊബർ ഓട്ടോ അല്ലെങ്കിൽ ഊബർ ടാക്സി പിടിക്കേണ്ടി വരും കേട്ടോ. ബൈക്കിൽ പോയി കഴിഞ്ഞാൽ അവസ്ഥ പരിതാപകരമാണ്. പിന്നെ ഇവിടുത്തെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിലേ ഭയങ്കര സ്പൈസി ആയിരിക്കും കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഇതൊക്കെ തന്നെയാണ് ഈ അവസ്ഥ. എനിക്കൊക്കെ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പെപ്പർ ഗ്രീൻ എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ഉണ്ട്. അത് കേരള റെസ്റ്റോറന്റ് ആണ്. അപ്പൊ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് പറ്റിയ ഫുഡൊക്കെയാണ് അവിടെ ഉള്ളത്. സ്പൈസി ഒന്നും അല്ല. ഇപ്പൊ അവിടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര തിരക്കായിരുന്നു. കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. വീട്ടിൽ നിന്ന് ഇവിടേക്ക് ഒരു 20 കിലോമീറ്റർ ഉണ്ടായിരുന്നേ. അപ്പൊ എത്തിയപ്പോ സമയം 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വിശന്ന് വലഞ്ഞിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. കിഴി പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ചിക്കന്റെ. പിന്നെ സെപ്പറേറ്റ് പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ചിക്കൻ 65ഉം. പിന്നെ ബിരിയാണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വിശന്നിരിക്കുമായതുകൊണ്ട് എന്തൊക്കെ പറയണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ആകെ മൊത്തം. ദേവേട്ടന് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണ് കേട്ടോ. എന്നെ ഇതിന്റെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാ, പെട്ടെന്ന് റെഡിയായി ഇറങ്ങണ്ടേ, താമസം ഇറങ്ങിയതുകൊണ്ടല്ലേ ഇത്ര ലേറ്റ് ആയി ഇവിടെ എത്തിയത്, വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തെ ഫുഡ് കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആളൊന്ന് റിലാക്സ്ഡ് ആയേ. പിന്നെ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബിരിയാണി അത്ര ഒരു സുഖമില്ലായിരുന്നു കേട്ടോ. നമ്മുടെ നെയ്യുടെ ഒന്നും ഫ്ലേവർ തീരെ ഇല്ലായിരുന്നേ. കുറഞ്ഞ ടൈപ്പ് ബിരിയാണി ഇല്ലേ, അതുപോലെ ഫീൽ ചെയ്തു. പക്ഷെ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കിഴി പൊറോട്ടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഊബർ ഓട്ടോ പിടിച്ചു. 5:30 സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആശകളായിരം ഇല്ലേ, നമ്മുടെ ജയറാമിന്റെയും കാളിദാസ് ജയറാമിന്റെയും ആ പടത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സസ് മാളിലായിരുന്നേ. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സമയം ഇനി ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും അവിടെ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മോളിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ കിഡ്സിന് ഒരു സെപ്പറേറ്റ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ. പിന്നെ ഇവിടെ വെച്ചൊരു ഇൻസിഡന്റ് ഉണ്ടായി കേട്ടോ. കൊച്ചിനെ ഒരു ആള് വന്നിട്ട് എടുക്കാനൊക്കെ പോയെ. എന്നിട്ട് മേരാ ബാപ്പ എന്നൊക്കെ സെക്യൂരിറ്റിയോട് പറഞ്ഞു. എന്താണ് പിള്ളേരെ പിടുത്തക്കാരനാണോ എന്താ സംഭവം മനസ്സിലായില്ല. പിന്നെ സെക്യൂരിറ്റി ഒക്കെ അവിടുന്ന് പുള്ളിയെ ഓടിച്ചു. ഞങ്ങളുടെ പുറകെ വന്നോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സെക്യൂരിറ്റിമാരൊക്കെ വളഞ്ഞു ചേർന്ന് പുള്ളീനെ ഓടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ചമ്മു കളിക്കുന്നത് നോക്കി ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ദേവേട്ടന്റെ സർപ്രൈസ്. ആമസോൺ വൗച്ചർ ആയിരുന്നു കേട്ടോ ദേവേട്ടൻ ഗിഫ്റ്റ് തന്നത്. ഇത് സത്യം പറഞ്ഞ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തൊന്നും ഇല്ല. അങ്ങനെ ആമസോണിന്റെ ഗിഫ്റ്റ് വൗച്ചർ ആണ് കേട്ടോ. നമുക്ക് എന്ത് വേണം ആമസോണിൽ നിന്ന് വാങ്ങിക്കാന്നുള്ള ഒരു ഗിഫ്റ്റ് കാർഡ് ആയിരുന്നു കിട്ടിയത്. അതിന്റെ നന്ദി പ്രകടനവും താങ്ക് യു ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സമയം ഏകദേശം ആവാറായപ്പോ ഞങ്ങൾ മാളിന്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അവിടെ ടമ്മുവിന് കാർ ഓടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവള് കാറിൽ കയറി ഇരുന്നു കേട്ടോ. 3 റൗണ്ട് അവർ ഓടിക്കും. 3 റൗണ്ടിന് 100 രൂപയുള്ളൂ. അപ്പൊ അങ്ങനെയായിരുന്നു. ഈ കാറ് നമ്മുടെ നാട്ടിലെ വീട്ടിൽ ഇവൾക്ക് ശരിക്കും ഉണ്ട്. പക്ഷെ അത് ഉപയോഗം ഇല്ലാണ്ട് കിടക്കുവാണ്. എന്നിട്ടാണ് ഇവിടെ വന്ന് പൈസ കൊടുത്ത് കാറിൽ കയറുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പിന്നെ സമയമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ആ ഗെയിം സെക്ഷനില്ലേ, ആ ഗെയിമിന്റെ ഒക്കെ ആ ഒരു ഏരിയ ഇല്ലേ, അവിടെ പോയി നിന്നിട്ട് കുറെ നേരം അവിടെ വായി നോക്കി നിന്ന് കേട്ടോ. പിന്നെ സമയമായപ്പം പയ്യെ തിയേറ്റർ PVR മൂവീസിന്റെ അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞാൽ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതെയാണ് കേട്ടോ സിനിമ കാണാൻ വന്നേക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഇമോഷണൽ മൂവിയാണ്. എനിക്കൊക്കെ ലാസ്റ്റ് ആയപ്പോ കരച്ചിൽ വന്നായിരുന്നേ. ഞാൻ എന്നിട്ട് ആരും അറിയാതെ കണ്ണീരൊക്കെ തുടച്ചങ്ങ് ഇട്ടു. പണ്ട് തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. സിനിമ കാണുമ്പോൾ ഇമോഷണൽ മൂവിയാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. ഞാൻ ആരും അറിയാതെ കരഞ്ഞിട്ട് ആരും അറിയാതെ കണ്ണുനീര് തുടയ്ക്കും. അതാണ് എന്റെ പരിപാടി. അപ്പൊ സിനിമയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സമയം 8:30 ആയിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മളിപ്പോ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ടമ്മുവിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഫുഡ് സ്പോട്ട് ഉണ്ട്, അവിടെ പോവാന്ന് വിചാരിച്ചു. ഈ ഫുഡ് സ്പോട്ടിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. നല്ല സ്ഥലമാണ് കേട്ടോ. വെറുതെ ചായയും കുടിച്ച് വൈപിടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണത്. അപ്പൊ ഞങ്ങൾ ഞാനും ടമ്മു ദേവേട്ടനും കൂടെ നടന്നാണ് കേട്ടോ പോകുന്നത്. കാരണം ഇവിടെ തൊട്ടടുത്താണ്, നടന്നു പോകാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ഹൈദരാബാദിലെ തെരുവുകളിലൂടെ ഞങ്ങൾ നടക്കുകയായി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നല്ല സ്ഥലമല്ലേ ഗൈസ്. അപ്പൊ ഞങ്ങള് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും പറയാമെന്ന് ഓർത്തിട്ട് ദോശയാണ് കേട്ടോ പറഞ്ഞത്. ദോശയും ചില്ലി ചിക്കനുമാണ്. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ തോന്നുന്നുണ്ടോ? പക്ഷെ വിയേർഡ് കോമ്പിനേഷൻ ആയിട്ട് തോന്നുമെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. എന്നിട്ട് സാധാരണ എപ്പോഴും ഇവിടുത്തെ ചട്നിയും ചമ്മന്തിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം എന്തോ ഒരു അപാകത ഉണ്ടായിരുന്നു. പിന്നെ ചില്ലി ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും വാഫിൾസ് ഉണ്ട് ഇവിടെ. അടിപൊളി വാഫിൾസ് കിട്ടുവേ. നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. അയ്യോ എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല. അതേപോലെ നല്ല ചൂടായിട്ട് ഈ സാധനം കിട്ടുന്നത്. അകത്താണെങ്കിൽ ബെൽജിയം ചോക്ലേറ്റ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഫസ്റ്റ് ബൈറ്റിൽ തന്നെ നമ്മളങ്ങ് അലിഞ്ഞു പോവും. അതേപോലത്തെ ടേസ്റ്റ് ആണ്. ചോക്ലേറ്റ് ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ പറയണ്ട. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുശലമൊക്കെ പറഞ്ഞ് പയ്യെ അത് ആസ്വദിച്ചിരുന്ന് കഴിച്ചു തീർത്തേ. അങ്ങനെ ബർത്ത്ഡേ അടിപൊളിയുമായി വയസ്സ് 22 ആയി.
അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. See you in the next vlog.